ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ്? ചീരകൃഷി. ചീരകൃഷി കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി ചീരകൃഷി ചെയ്യുന്നില്ലയോ, കുറേ നാളായല്ലോ ചീരകൃഷി കണ്ടിട്ട്, ഏതൊക്കെ ടൈപ്പ് ചീരയുണ്ട്? അപ്പം നമ്മൾ നേരത്തെയൊക്കെ കുറേ ചീരകൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? പല രീതിയിൽ പല വളങ്ങളൊക്കെ ഇട്ടും പല രീതിയിലൊക്കെ ഉള്ള ചീരകൃഷി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചീര വിത്തുകൾ എടുക്കുന്ന രീതിയും അത് ഏതെല്ലാം രീതിയിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം, പോകാം. ചീര നിർത്തുകയെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മൂപ്പെത്തുന്നത് വരെ ഇങ്ങനെ നിർത്തിയേക്കണം. കണ്ടില്ലേ, അതിൻ്റെ അരികളെല്ലാം നല്ലതുപോലെ വിളഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് നമുക്ക് അതിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഉണക്കി അതിൻ്റെ അരിയൊക്കെ നമുക്ക് പൊടിച്ചെടുക്കണം. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചീരയെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ട് ഉണക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഉണങ്ങിയിട്ട് നമ്മൾ കൊഴിച്ചെടുത്തിട്ട് ഒന്ന് പാറ്റി എടുത്താൽ നമുക്ക് നല്ലതുപോലെ ചീര വിത്തുകൾ കിട്ടും. ഇതുണ്ട്, നമ്മളൊന്ന് കൊഴിക്കുമ്പം തന്നെ അതിൻ്റെ വിത്തുകളൊക്കെ ഇനി നിലത്ത് വീഴും. കണ്ടോ, അതെല്ലാം വിത്താണ് ഈ കിടക്കുന്നത്. കുറച്ച് മാത്രം കൊഴിഞ്ഞു വീണപ്പോൾ തന്നെ ഇത്രയും വിത്തുകളാണ്. കണ്ടോ, ഇതിന് നമുക്കെല്ലാം ഇതേപോലെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ എല്ലാം അഞ്ഞു വീണോളും. അപ്പം നമ്മുടെ വീട്ടിൽ പിടിക്കുന്നതായ നല്ല ചീരച്ചെടി ഉണ്ടല്ലോ, അതിൻ്റെ വിത്തുകൾ വേണം നമ്മൾ എടുക്കാൻ. പല ടൈപ്പിലുള്ളതുണ്ട്, പെട്ടെന്ന് പൂക്കുന്നതൊക്കെ ഉണ്ട്, അതെടുക്കാതിരിക്കുക. നമ്മളെല്ലാം ഇതേപോലെ കൊഴിച്ചെടുക്കണം കേട്ടോ. ഇത് നമുക്ക് അടിച്ചും വേണമെന്ന് എടുക്കാം, പണ്ടൊക്കെ കറ്റയൊക്കെ അടിച്ചെടുക്കുന്ന മാതിരി അങ്ങനെ എടുക്കാം കേട്ടോ. ഇതുകൊണ്ട് എല്ലാം അങ്ങനെ ഊരിയെടുത്താണ്, വിത്തുകളെല്ലാം ഊരിയെടുത്തു. ഇത് കറ്റ അടിക്കുന്ന രീതിയിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടിച്ചെടുക്കാം. അപ്പം വിത്ത് നമുക്ക് നല്ലതുപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല എന്തെങ്കിലും പ്ലാസ്റ്റിക് നിലത്ത് ഇട്ടിട്ട് വേണം അത് അടിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ എല്ലാം ദൂരെ തെറിച്ച് പോകും കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാം ഊരിയെടുത്ത് നമ്മളങ്ങ് കൊഴിച്ചെടുത്താൽ മതി. അപ്പം നമ്മൾ ഈ കൊഴിച്ചെടുത്തതെല്ലാം ഉണ്ടല്ലോ, നമ്മൾ കൈ കൊണ്ട് ഒന്നും കൂടെ ഒന്ന് ഞെരടിയിട്ട് ഇങ്ങനെ നാക്കിയിട്ടുണ്ടല്ലോ, നമ്മളിത് അങ്ങ് മാറ്റി വയ്ക്കണം. ഇത് ഇടഞ്ഞിടഞ്ഞങ്ങ് മാറ്റി വയ്ക്കണം. പിന്നെ നമുക്കൊന്നുകൂടെ ചെയ്യാം അതുപോലെ. അപ്പം അതിൻ്റെ അരിയെല്ലാം അഞ്ഞ് വീഴും. കണ്ടില്ല അരി കിടക്കുന്നത്. നമുക്കിനി മുറത്തിനകത്തോ എല്ലാം വെച്ചിട്ട് പാറ്റി എടുക്കാം. അല്ലെങ്കിൽ ഒന്ന് ഊതി എടുത്താലും മതി, അതെല്ലാം അങ്ങ് പറന്ന് പൊക്കോളും. അല്ലേ, ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള വിത്ത് നമുക്ക് കിട്ടും. ഇനി നമുക്കിനി ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ടത് ഒരു പാത്രത്തിനകത്താക്കി വയ്ക്കാം. ഇപ്പം കണ്ടില്ലേ, ഇഷ്ടം പോലെ ചീര വിത്തായി. 2-3 ചുവട് നമ്മൾ ചീര നിർത്തിയിരുന്നാൽ നമുക്ക് എത്ര നാളത്തേക്ക് വേണമെന്നുള്ള ചീരയാണെങ്കിലും നമുക്ക് അതിൽ നിന്ന് എടുക്കാം. ഇപ്പം ഇങ്ങനെ വെച്ചേക്കാൻ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം തന്നെ കൊഴിച്ചിട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പറമ്പിലൊക്കെ നമുക്ക് ആ ചെടി അങ്ങ് തട്ടി കൊഴിച്ചിട്ടാൽ മതി, ഇഷ്ടം പോലെ ഉണ്ടാകും. കുറച്ച് നാളത്തേക്ക് നമുക്ക് വിത്തെടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എപ്പോഴും വിത്തിന് നടക്കാതെ 1-2 മൂട് ഇങ്ങനെ നിർത്തിയിരുന്നാൽ ഇഷ്ടം പോലെ വിത്തുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതിപ്പം പച്ചച്ചീര പാകി വെച്ചിരിക്കുന്നതാണ്. ഇപ്പം ചുമന്ന ചീരയൊന്നും ഇതിനകത്ത് ഇല്ലായിരുന്നു, പക്ഷേ അതിനകത്ത് എവിടെയോ കിടന്ന് കാറ്റത്തൊന്ന് വീണ് ഞാൻ തോന്നുന്നു ചുമന്ന ചീരയും കൂടെ അതിനിടയ്ക്ക് ഇങ്ങനെ കിളിച്ചു വരികയാണ്. അപ്പോൾ ഇനി നമുക്കിത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഈ വലുതെല്ലാം നമുക്ക് പറിച്ച് മാറ്റി നടണം. ഇതിപ്പം വെണ്ടയുടെ മൂട്ടിൽ കിളിച്ച് വരുന്നതാണ്. നോക്കിക്കേ, നമ്മളിതൊന്നും നട്ടതൊന്നും അല്ല കേട്ടോ, വെറുതെ അവരങ്ങ് കിളിച്ച് വരിക. ഇതെല്ലാം അതേപോലെ കിളിച്ച് വരികയാണ്, കണ്ടില്ല, കിരികിരെന്നും പറഞ്ഞ് കിളിച്ച് വരുന്നത്. അതിനകത്തെല്ലാം ഉണ്ട്. വഴുതനത്തിൻ്റെ മൂട്ടിൽ കണ്ടില്ല, ചീരയുടെ വേസ്റ്റ് എല്ലാം കൂടെ കൊണ്ടിട്ടാണ് നമ്മൾ അരിയൊക്കെ എടുത്തതിന് ശേഷം അതിൻ്റെ അവസാനത്തെ വേസ്റ്റുകൾ ഇട്ടിട്ട് അവരെല്ലാം ഇവിടെ കിടന്ന് ഇഷ്ടം പോലെ കിളിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ എല്ലാം കിളിച്ച് വരുന്നുണ്ട്. ഇതിപ്പം വള്ളിച്ചീരയും ചുമന്ന ചീരയും കൂടെയാണ് നിൽക്കുന്നത്. വള്ളിച്ചീര കണ്ട മേലോട്ട് കയറിപ്പോയി ഇഷ്ടം പോലെ അരി അതിനകത്ത് ആവുന്നുണ്ട്. കണ്ടോ, വള്ളിച്ചീരയുടെ അരി ആവുന്നതാണിത്. നമ്മുടെ ചീരയും പൂത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. വള്ളിച്ചീര നല്ലതുപോലെ പൂത്ത് കണ്ട ഇഷ്ടം പോലെ കായുമൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് നമുക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്നെയായിരുന്നു കേട്ടോ, പാൽച്ചീരയും മയിൽപ്പീലി ചീരയും. മയിൽപ്പീലി ചീര നമ്മൾ പാകിയില്ല, അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ, അതിന് പാകണം. അപ്പം നമ്മൾ ചീരവിത്തുകളൊക്കെ പാകി വെച്ചിരിക്കുകയാണ് അല്ലേ. ചീരവിത്തുകളൊക്കെ പാകിയിട്ട് നല്ലതുപോലെ നമ്മുടെ ചീരവിത്തുകളൊക്കെ കിളിച്ച് വന്നിട്ടുണ്ട്. അപ്പം എനിക്കിപ്പം ഇവിടെ പാകി വെച്ചില്ലെങ്കിലും എനിക്കിപ്പം പ്രശ്നമില്ല. കാരണം ഏത് ഗ്രോ ബാഗിൽ നോക്കിയാലും ഇഷ്ടം പോലെ ചീരകൾ ഇങ്ങനെ കിളിർത്ത് വരും. കാരണം ഈ മുകളിലൊക്കെ ചീര ഇങ്ങനെ എല്ലാത്തിനും വളരുന്നുണ്ട്, കുറച്ചൊക്കെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതിൻ്റെ വിത്തുകൾ ഇങ്ങനെ പടർന്ന് എല്ലായിടത്തും കാറ്റത്തൊക്കെ വീണിട്ട് ഇങ്ങനെ കിളിച്ച് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാത്തിൻ്റെയും ചുവട്ടിൽ ഇങ്ങനെ വളർന്ന് നിൽക്കുകയാണ്.
അപ്പം കുറേ പേരുടെ പരാതിയാണ് ഈ ചീര വിത്തുകൾ ഇട്ടാൽ കിളിക്കുന്നില്ല. അഥവാ കിളിച്ച് വന്നാൽ തന്നെ അത് പെട്ടെന്ന് പൂ വരുന്നതായ ചീരകളുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇത് ഏതാണ് നമുക്ക് കിട്ടുന്ന വിത്തുകളെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പം നല്ല വിത്തുകൾ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വാങ്ങിച്ച് കിളിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഈ കിളിർത്ത് ഇങ്ങോട്ട് വരുന്നതായ സമയത്ത് ഇപ്പോൾ ഇത് നമ്മൾ പാകുന്ന സമയത്ത് ഉറുമ്പൊന്നും കൊണ്ടുപോകാത്ത രീതിയിൽ വേണം നമ്മൾ പാകി കിളിപ്പിക്കാനായിട്ട്. ഒന്ന് ഉയർത്തിയൊക്കെ വെച്ചിരുന്നാലും നമുക്ക് നല്ല രീതിയിൽ ഇത് നമുക്ക് കിളിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം കിളിപ്പിച്ചെടുത്ത രീതിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അതേപോലെയൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഇത് വളർന്നു വരുന്ന സമയത്ത് ഈ ചാണകം ഉണ്ടല്ലോ, പച്ച ചാണകം കലക്കി ഒരു സ്വല്പം എടുത്താൽ മതി. ഒരു നമ്മുടെ ഒരു കൈ കൊള്ളുന്നത് അങ്ങനെ എടുത്തിട്ട് അത് കലക്കി നല്ലതുപോലെ നേർപ്പിച്ചിട്ട് അതിൻ്റെ തെളിവെള്ളം നമ്മൾ ഇതിൻ്റെ ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇലയിലൊന്നും വീഴാത്ത രീതിയിൽ അതിൻ്റെ ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇത് കുറേയും കൂടെ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരും. അപ്പോൾ ആ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ആരോഗ്യമുള്ള ചീര തൈകൾ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രോ ബാഗിൽ നമുക്ക് ഇതിനെ പാകി കിളിപ്പിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറമ്പിൽ കൊണ്ടുപോയിട്ട് നല്ലതുപോലെ അടിവെള്ളമൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ചീര വിത്തുകൾ പാകി കിളിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ചീരയെ നമുക്ക് പാകി കിളിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ തെങ്ങും തടത്തിൽ നമ്മൾ ചീര കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. തെങ്ങും തടത്തിൽ ചീര കൃഷി നല്ല രീതിയിലുണ്ടാവും. അപ്പം നമ്മുടെ തേങ്ങയും ഓലയൊക്കെ വെട്ടിയിട്ടൊക്കെ നിൽക്കുന്ന സമയമാണ്. ഇപ്പം ചീരയെന്ന് പറഞ്ഞാൽ നമുക്കൊരു 30-35 ദിവസം കൊണ്ട് അതിൻ്റെ പണി കഴിയില്ല. നമുക്ക് നല്ലതുപോലെ വിളവെടുത്ത് നമുക്ക് പിന്നെ ചീര കൃഷി നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും ഈ 30-35 ദിവസം കൊണ്ട്. അപ്പോൾ ഈ തെങ്ങിനകത്ത് നിൽക്കുന്ന ഓലയും തേങ്ങയൊക്കെ വെട്ടുന്ന സമയമാണല്ലോ. ആ സമയം അങ്ങോട്ട് കഴിയുമ്പോഴും വേണം നമ്മളിത് നടാനായിട്ട്. ഇപ്പം പിന്നെ ആ തെങ്ങിൻ തടത്തിലോട്ട് നമ്മൾ കുറച്ച് ചാണകവും നമ്മുടെ കോഴിക്കാഷ്ടോ എന്തെങ്കിലുമൊക്കെ കയ്യിൽ വളം ഉണ്ടെങ്കിൽ കമ്പോസ്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തെങ്ങിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് നമ്മൾ ആ തെങ്ങിൻ്റെ തടം അങ്ങ് മൂടിയിടണം. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ടേക്കണം. ഒരു 3-4 ദിവസം ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടിരുന്നിട്ട് നമ്മളിതിൻ്റെ പുറത്തോട്ട് ഈ തൈകൾ പറിച്ച് നടാമെന്നുണ്ടെങ്കിലുണ്ടല്ലോ നല്ല തഴപ്പോടുകൂടി നല്ല ആരോഗ്യത്തോടുകൂടി നമുക്ക് ചീരകൾ വളർന്നു കിട്ടുന്നതായിരിക്കും. ഞാൻ അതേപോലെ ചെയ്ത ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് കണ്ടു നോക്കണം. നല്ല ആരോഗ്യത്തോട് ഈ ചീരകൾ വളർന്നു വരുന്നതാണ്. പിന്നെ തന്നെയല്ല ഒരു ചീര ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസത്തെ കറിക്കുണ്ട്. അത്രയ്ക്കാണ്. കോഴിവളമൊക്കെ നിങ്ങൾ ആ തെങ്ങിൻ്റെ ചൂട്ടിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കോഴിവളം ഇല്ലാത്തവർ കയ്യിലുള്ള കമ്പോസ്റ്റോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ തെങ്ങിൻ തടത്തിൽ ഇട്ട് കൊടുത്താൽ കിളിച്ച് വരുന്നതായിരിക്കും. പിന്നെ ഫ്ലാറ്റിലൊക്കെ ഉള്ളവർക്ക് പിന്നെ നമ്മുടെ ഗ്രോ ബാഗിൽ തന്നെ നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. നല്ല രീതിയിൽ നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇത് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ പൂപ്പായലിനകത്ത് നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പൂപ്പായലെന്ന് പറഞ്ഞാൽ ഇപ്പോഴും മനസ്സിലാവാത്ത ആൾക്കാരുണ്ട്. നമ്മൾ ഈ ടെറസിലും നമ്മുടെ പിന്നെ മതിലിലും ഒക്കെ നിൽക്കുന്ന ഈ പായലിനെയാണ് പറയുന്നത് പൂപ്പായെന്ന് പറയുന്നത്, മോസ് അതാണ്. അപ്പം അത് ചുരണ്ടി എടുത്തിട്ട് ഒന്ന് ഉണക്കി എടുത്തിട്ട് ടെറസിലിപ്പം നമ്മൾ ഉണക്കേണ്ട കാര്യമൊന്നുമില്ല. മഴയത്ത് അതിങ്ങനെ ഇത് ഷീറ്റ് ഇടാത്തവർക്കൊക്കെ ഇഷ്ടം പോലെ ഈ പായലൊക്കെ അടിഞ്ഞിങ്ങനെ കിടക്കും. അപ്പോൾ അതൊക്കെ തൂത്തുവാരി ഈ ഗ്രോ ബാഗിനകത്ത് ഇട്ടിട്ട് നമ്മൾ ഒരു 4-5 മൂട് ഈ ചീര തൈകൾ അങ്ങോട്ട് നട്ടാലുണ്ടല്ലോ നല്ലതുപോലെ നല്ല ആരോഗ്യത്തോടുകൂടി ഈ ചീരകളൊക്കെ കിളിച്ച് വരുന്നതായിരിക്കും. അപ്പം പായലിനകത്ത് നമ്മൾ കറ്റാർവാഴ നടുന്ന ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ കറ്റാർവാഴയൊക്കെ നല്ല തഴപ്പോടുകൂടിയാണ് ഞങ്ങളുടെ കറ്റാർവാഴയൊക്കെ നിൽക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല ആരോഗ്യത്തോടെ വളർന്നു വരിക. നല്ലൊരു വളമായിട്ടാണ് എനിക്കത് തോന്നുന്നത്. നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. അത് കുറേ പേര് അതിൻ്റെ റിസൾട്ടും കമൻറ്റിലൂടെ നമ്മളെ അറിയിച്ചാണ്. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ചീരയെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്തുകൊണ്ടെന്ന് അറിയാമോ, ഈ ചാണകം കലക്കി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലതുപോലെ നമുക്ക് ചീര വളർന്നു കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം പിന്നെ എല്ലാ സമയത്തും നമുക്ക് ചീര നട്ടുപിടിപ്പിക്കാം. പക്ഷേ ഈ സമയത്താണ് ചീര നല്ലതുപോലെ നമുക്ക് നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പം പലതരത്തിലുള്ളതായ ചീരകൾ നമുക്ക് ഇന്ന് കിട്ടും അല്ലേ. പലതരത്തിലുള്ള ചീരകളുണ്ട്. ഇപ്പം പച്ച നിറത്തിലുണ്ട്, ചുമന്ന നിറത്തിൽ മയിൽപ്പീലി ചീര, പാൽച്ചീര, വള്ളിച്ചീര, തകരച്ചീര, അങ്ങനെ കുപ്പച്ചീര എന്ന് വേണ്ട സാമ്പാർ ചീര, അങ്ങനെ കുറേ ചീരകളുണ്ട്. ഇപ്പം ഇലവർഗത്തിനെല്ലാം ഏകദേശം ഒരേ ഗുണം തന്നെയാണ്. അപ്പം പിന്നെ ചിലരൊക്കെ ചോദിക്കാറുണ്ട് ചുമന്നതിനാണോ ഏറ്റവും ഗുണം കൂടുതലെന്നൊക്കെ ഉള്ളത്. അതല്ല, എല്ലാത്തിനും ഒരേ ഇത് തന്നെയാണ് ഉള്ളത് കേട്ടോ. അപ്പം പിന്നെ കാണാനൊരു ഭംഗി എന്നും മാത്രമേ ഉള്ളൂ. ഈ ചുവപ്പെന്ന് പറഞ്ഞാൽ കണ്ട ഒരു ആകർഷണ ശക്തിയാണ് അല്ലേ ചുവപ്പ് കണ്ടാൽ. അപ്പം എല്ലാം നല്ല ഗുണമുള്ളത് തന്നെയാണ്. ഏതെങ്കിലുമൊക്കെ നമ്മുടെ ഗ്രോ ബാഗിനകത്തോ പറമ്പിലോ ഒക്കെ നിങ്ങൾ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു 10 മൂട് ചീരയെങ്കിലും നമുക്ക് ബോട്ടിൽ കട്ട്
ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു ബോട്ടിലെടുത്തിട്ട് അതിൻ്റെ പിന്നെ മേൽഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് ചാണകപ്പൊടിയും മണ്ണും ഒക്കെ നിറച്ചിട്ട് ചകിരിച്ചോറും ഒക്കെ ഇട്ടിട്ട് നമുക്ക് സുഖമായിട്ട് അതിനകത്തും നമുക്ക് ചീര കൃഷി ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പിന്നെ നമ്മുടെ ഭക്ഷണത്തിനകത്ത് എന്തായാലും ചീരക്കറി എന്ന് വെച്ചാൽ ഇലക്കറികൾ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കണം. അതാണ് മെയിനായിട്ടുള്ളത്. അപ്പം നമ്മൾ പിന്നെ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് വിശ്വാസമായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ മുറ്റത്ത് തന്നെ ഇതൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ എത്ര വെള്ളം കഴിയാൻ പറ്റും നമ്മൾ പുറത്തുനിന്ന് ഒരു ചീരയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നാലല്ലേ. അപ്പോൾ നമ്മുടെ ടെറസിലോട്ട് കയറിയിട്ട് നമ്മൾ 2 മൂട് ചീര കട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലോട്ട് പോയി 2 മൂട് ചീര കട്ട് ചെയ്തിട്ട് നമ്മളത് കൊണ്ടുവന്നിട്ട് ഒരു വെള്ളം കഴിയാലും മതിയല്ലേ. അത് നമുക്ക് മനസ്സിനൊരു ഒരു ആത്മസംതൃപ്തിയാണ് നമ്മളതൊക്കെ കറി വെച്ച് കഴിക്കുമ്പോൾ. അത് ഒരുപാട് നമ്മളിട്ടൊന്ന് അലമ്പി കഴിവേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വിശ്വാസമായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും എളുപ്പം പോയി ഒരു 10 മൂട് ചീര നടാനായിട്ട് ശ്രമിക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ളതായ ചീരകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ പെട്ടെന്ന് പൂ പിടിക്കുന്ന ചീര എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് പെട്ടെന്ന് പൂ പിടിക്കും. അതിപ്പോൾ ആ ഒരു ഇനമാണ്. അപ്പോൾ അതിന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ആ പൂ പിടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ കൊച്ചു പരുവത്തിലേ നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുക, അതേ ഉള്ളൂ ഉചിതം. എന്ന് വെച്ചാൽ അതിന് നല്ല ടേസ്റ്റുള്ള സംഭവമാണ് കേട്ടോ. പെട്ടെന്ന് പൂ പിടിക്കുന്നതാണെങ്കിലും ആ കുഞ്ഞു പ്രായത്തിലേ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ തോരൻ വെച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് വേണ്ടിയത്. പിന്നെയെന്ന് വെച്ചാൽ ഇതിനകത്തുണ്ടാകുന്ന അസുഖങ്ങളെന്ന് പറഞ്ഞാൽ ഇലപ്പുള്ളി രോഗം ഉണ്ടാവാറുണ്ട്. പിന്നെന്താണ് പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന രോഗമൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. പിന്നെ ഓരോ പ്രാണികൾ വന്നിട്ട് അതിനകത്ത് ഹോളിടുന്നുണ്ട്. അപ്പോൾ ഈ വൈകുന്നേരത്തെ സമയമൊക്കെ ആകുമ്പോൾ ഒന്ന് നനച്ച് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അതിൻ്റെ പുറത്തൊക്കെ ഒന്ന് തൂക്കി കൊടുത്താൽ ഈ പിന്നെ രാത്രി കാലങ്ങളിൽ വന്നിരിക്കുന്നതായ കീടങ്ങളുടെ ശല്യമൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. പിന്നെ അതുപോലെ ഗോമൂത്രം കിട്ടുമെന്നുണ്ടെങ്കിൽ ഒന്ന് പിന്നെ ചുവട്ടിലൊക്കെ കൊണ്ടുവന്ന് തളിച്ചു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ ശല്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് മാറിക്കിട്ടും. നമുക്ക് നല്ല രീതിയിൽ നമുക്കിത് നട്ടുപിടിപ്പിക്കാനായിട്ടും സാധിക്കും. അപ്പം തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും, കൊച്ചു കുട്ടികൾ മുതൽ എല്ലാവർക്കും ഇത് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചീരകൃഷി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചീരകൃഷി ഉണ്ടല്ലോ, അപ്പോൾ ഇതേപോലെ എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കുക. പലതരത്തിലുള്ളതായ ചീരകൾ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. പല തരത്തിലുള്ള ചീരകൾ നടുമ്പോൾ ഉണ്ടല്ലോ ഈ പച്ചയും ചുവപ്പൂടൊക്കെ ആകുമ്പോൾ ഈ കീടശല്യമൊക്കെ കുറഞ്ഞു കിട്ടും. അപ്പം നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ തന്നെയല്ല, എന്നും നമ്മുടെ ഭക്ഷണത്തിനകത്ത് നമ്മുടെ ചീര ഈ ഇലക്കറികൾ നമ്മൾ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ പലരുടെയും കംപ്ലൈൻ്റ് ആണ് സീഡ് കിട്ടുന്നില്ല, നല്ല സീഡ് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ ചീരവിത്തിൻ്റെ സീഡ്സ് അല്ലെങ്കിൽ ചീര വിത്ത് നമ്മുടെ വാട്സപ്പ് സ്റ്റോറിലൂടെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. വാട്സപ്പ് സ്റ്റോറിൻ്റെ നമ്പർ ഇപ്പോൾ സ്ക്രീനിൽ വരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി വാങ്ങിക്കാവുന്നതാണ്. അത് ജസ്റ്റ് സീഡ് സെയിൽസിനും ഗ്രോ ബാഗ് സെയിൽസിനും വേണ്ടി മാത്രമാണ്. അപ്പോൾ അവിടെ ഡൗട്ടും കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ കിട്ടത്തില്ല, നമ്മളായിരിക്കത്തില്ല അത് ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മൾ ആളെ നിർത്തി വെച്ചേക്കുവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ കമൻറ്റ് തന്നെ ചോദിക്കാവുന്നതാണ്. മമ്മി ഷടപടേന്ന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട. റിപ്ലൈ തന്നില്ല എന്നുള്ളത് വാട്സപ്പ് സ്റ്റോറിൽ റിപ്ലൈ തരാൻ ലേറ്റ് ആവും. ഇവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് ഷടപടേന്ന് റിപ്ലൈ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടൊന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാനും മമ്മിയും ബൈ.